ഹായ്, ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ട് ബിയിൽ കണ്ടിന്യൂള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് സൈഫോണിക് ആക്ഷൻ, എന്താണ് ആന്റി സൈഫോണിക് പൈപ്പ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാകും സൈഫോണിക് ആക്ഷൻ എന്താണെന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ രണ്ട് ബീക്കേഴ്സ് ഉണ്ട്. രണ്ട് ബീക്കേഴ്സിൽ നിന്ന് വെള്ളം ഒരു ബീക്കറിൽ നിന്ന് വെള്ളം നമ്മൾ എന്ത് ചെയ്യും, സക്ക് ചെയ്തിട്ട് ആ പൈപ്പ് വഴി നമ്മൾ മറ്റേ ബീക്കറിലേക്ക് എത്തിക്കും. ആ ആക്ഷൻ നമ്മൾ പറയുന്നത് സൈഫോണിക് ആക്ഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെ സംഭവിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ടോപ്പിലുള്ള ബീക്കറും ഈ താഴത്തെ ബീക്കറും തമ്മിൽ പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്രാവിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ പ്രഷർ ഡിഫറൻസ് കൊണ്ടും ഗ്രാവിറ്റി ഡിഫറൻസ് കൊണ്ടാണ് മെയിൻ ആയിട്ട് സൈഫോണിക് ആക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഈ പൈപ്പാണ് സൈഫോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ ടോളർ പൈപ്സ് എന്ത് ചെയ്യും, ഈ ടോളറിലുള്ള ബീക്കറിലുള്ള പൈപ്പ് വഴി നമ്മൾ ഫസ്റ്റ് അതിന്റെ എൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, സക്ക് ചെയ്ത് കൊടുക്കും. സക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രഷർ ഇൻക്രീസ് ആയി അതിലുള്ള വാട്ടർ എന്ത് ചെയ്യും, അപ്വേർഡ് റൈസ് ചെയ്യും. അപ്വേർഡ് റൈസ് ചെയ്തിട്ട് ടോപ്പിലേക്ക് എത്തും. ആ മഞ്ഞ കളറിന്റെ ടോപ്പിലുള്ള ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അത് അപ്വേർഡ് റൈസ് ചെയ്ത് ടോപ്പിലേക്ക് എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, ഗ്രാവിറ്റി പ്രഷർ കാരണം എന്ത് ചെയ്തു, പ്രഷർ റിലീസ് ചെയ്തിട്ട് താഴത്തെ ബോട്ടിലേക്ക് എത്തും. മെയിനായിട്ട് സൈഫോണിക് ആക്ഷൻ നടക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? പ്രഷർ ഡിഫറൻസ് കൊണ്ടും അതുപോലെ തന്നെ ഗ്രാവിറ്റി കൊണ്ടാണ് നമ്മൾ സൈഫോണിക് ആക്ഷൻ നടക്കുന്നത്. ഈ ഫിഗറിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ആന്റി സൈഫോണേജ് പൈപ്പ് എന്തെന്നാണ് അതിന്റെ പാർട്ട് ക്വസ്റ്റ്യൻ ഉള്ളത്. ആന്റി സൈഫോണേജ് പൈപ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഏതൊരു പൈപ്പാണോ നമ്മൾ ട്രാപ്പ് വെച്ചിട്ട് ട്രാപ്പ് ഫിറ്റ് ചെയ്യുന്നത്, കൺജക്ഷൻ ആയിട്ടുള്ള ട്രാപ്പ് ഫിറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ അൺസീലിങ് എന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സൈഫോണേജ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അൺസീലിംഗ് അല്ലെങ്കിൽ ബാക്ക് പ്രഷർ എന്ന് പറയും. നമ്മളിപ്പോൾ ടോയ്ലറ്റിലൊക്കെ കാണാം, അതിലവിടെ ഇങ്ങനെ വെള്ളം ഒരു സീല്, വാട്ടർ സീല് പോലെ വാട്ടർ ഉണ്ടാവും എപ്പോഴും ആ ടോയ്ലറ്റിന്റെ പ്രഷർ അവിടെ. അതെന്തിനാണ്, നമുക്ക് പ്രോപ്പർ വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് അൺസീലിംഗ് പ്രിവെന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആന്റി സൈഫോണേജ് പൈപ്പ്സ് യൂസ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാണ് ആന്റി സൈഫോണേജ് പൈപ്പ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എഴുതേണ്ടത്. സൈഫോണിക് ആക്ഷൻ എന്താണ്, ആന്റി സൈഫോണേജ് പൈപ്പ് എന്താണെന്നാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ അതിൽ എഴുതുക.